ചാനൽ എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്റ്റോറി പഠിക്കാൻ പോവാണ്. എന്താണ്? രണ്ട് സഹോദരന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത ത്യാഗങ്ങളുടെ ഒരു കഥ. അപ്പം നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ, ഞാൻ ഈ മോളിലുള്ള സെൻറ്റൻസ് ആണ് കേട്ടോ പറയുന്നത്, വായിക്കണമെന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, എന്നാലും വായിക്കാം. Have you ever wondered about the stories behind famous paintings? Here is a story about the classical painting Praying Hands. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരുപാട് നല്ല നല്ല പെയിൻറ്റിങ്സിൻ്റെയൊക്കെ പുറകിലുള്ള ആ ഒരു രഹസ്യവും ആ സ്റ്റോറീസും ഒക്കെ? അപ്പം അങ്ങനെ ഒരു കഥയാണ്, അങ്ങനെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പിന്നിലുള്ള ഒരു കഥയാണ്. പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു പെയിൻറ്റിങ്ങിൻ്റെ പിന്നിലുള്ള കഥയാണ് ഇതെന്ന് പറയുന്നത്. പ്രേയിങ് ഹാൻഡ്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രേയിങ് ഹാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൂപ്പിക്കൊണ്ട് നിൽക്കുക. നമ്മൾ പ്രേ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത്? കൈ കൂപ്പിക്കൊണ്ടല്ലേ നിൽക്കുന്നത്. അപ്പം കൂപ്പുകൈ, അതാണ് ഇവിടെ ഈ ഒരു മീനിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ റിയൽ മീനിങ്, അതായത് അച്ചട്ട് മലയാളം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന കൈകൾ. പക്ഷേ ഈ ഒരു സ്റ്റോറിയുമായിട്ട് അത് മീൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് പറയുന്നത് എന്താണ്? കൂപ്പുകൈകൾ എന്നാണ്. അതായത് ഒരു താങ്ക് യു പറയുന്ന പോലെ ഉള്ളൊരു കൈകളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കിക്കോളാം. Praying hands. Back in the 15th century, in a tiny village in Germany, lived the Dürer family with 18 children. Yes, 18. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 15ാമത്തെ നൂറ്റാണ്ട്, 15ാം നൂറ്റാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 വർഷം, അതായത് 15ാമത്തെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ 100 വർഷം കഴിഞ്ഞ് പോവുമല്ലോ. അങ്ങനെ വരുന്ന 15ാമത്തെ ആ ഒരു 100 വർഷം കഴിഞ്ഞിട്ട് 15 പ്രാവശ്യം 100 വർഷം കഴിഞ്ഞു അങ്ങനെ. ഓക്കെ, അപ്പോൾ 15ാമത്തെ നൂറ്റാണ്ട്, ഒരു സെഞ്ചുറി മീൻസ് 100 വർഷം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ സെഞ്ചുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 വർഷമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സെഞ്ചുറി 100 വർഷം, അങ്ങനെ 15 സെഞ്ചുറി ആകുമ്പോൾ 15 × 100 15,000. ഓക്കെ, 15 × 100 1500. ഓക്കെ, അപ്പോൾ ഇന്നേക്ക് 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഇവിടെ പറയുന്നത്. ഇന്നേക്ക് 1500 ആണേ, 15,000 എന്നൊന്നും ആരും എഴുതി വെക്കണ്ട, 1500 കറക്റ്റ് ആൻസർ. അപ്പം 15, അതായത് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ വില്ലേജ് ഉണ്ടായിരുന്നു ജർമ്മനിയിലെ ഒരു ചെറിയ വില്ലേജിൽ ഡ്യൂറർ ഫാമിലി. നമ്മൾ പറയില്ലേ, നമ്മളെ വീട്ടുപേരിട്ട് പറയില്ലേ, ഇപ്പം എന്താ പറയുക, എക്സാമ്പിളായിട്ട് വീട്ടുപേരുകളൊന്നുമില്ല, ഇപ്പം മനസ്സിൽ എന്നൊക്കെയുള്ള വീട്ടുപേരുകളൊക്കെ ഉണ്ട്. ഓക്കെ, അതിന് മുമ്പിൽ എന്തെങ്കിലുമൊക്കെ കാണും, എനിക്കിപ്പോൾ വീട്ടുപേരൊന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഒരു വീട്, അങ്ങനെ ഡ്യൂറർ ഫാമിലി എന്നാണ് ആ ഒരു വീടിൻ്റെ പേര്, ആ ഒരു കുടുംബത്തിൻ്റെ പേര്. അപ്പോൾ ഡ്യൂറർ ഫാമിലിയിൽ 18 കുട്ടികളുണ്ടായിരുന്നു. അച്ഛനും അമ്മയും കൂട്ടി 20 പേരടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു അത്. ഓക്കെ, അച്ഛനും അമ്മയും കൂടെ കൂട്ടി, അല്ലാതെ 18 മക്കൾ അവർക്കുണ്ട്. അപ്പം അന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വെറും നിസ്സാരമാണ്. ഓക്കെ, അപ്പം കുറവാണ് 18 എന്നൊക്കെ പറയുമ്പോൾ. 18 കുട്ടികൾ ഉള്ള ഫാമിലി. ഇപ്പം ഇവിടെ തന്നെ ഈ ഒരു കഥ ആരാണോ എഴുതിയത് അവർക്ക് തന്നെ ഒരു ആശ്ചര്യമായിട്ട് യെസ് 18 എന്ന് പറഞ്ഞ എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. വായിക്കുന്ന നിങ്ങൾക്കും ഒരു ആശ്ചര്യം തോന്നാം. അപ്പം അതെ, 18 കുട്ടികൾ. Just to keep food on the table for this big family, the father, who was a goldsmith by profession, worked for almost 18 hours a day. അപ്പം നിങ്ങൾക്കറിയായിരിക്കും, ഇത്രയുമുള്ള ഒരു ഫാമിലീനെ നോക്കണമെങ്കിൽ, ഇപ്പം നമുക്കറിയാം, നമ്മളൊരു 4 പേരുള്ള കുടുംബമാണെങ്കിലും മാസ ചെലവ് ഒരു 10,000 കൂട്ടാം. അപ്പോൾ ഈ 18 പേരുള്ള ഫാമിലിയിൽ അവർക്കുള്ള ഫുഡ്, ഉടുപ്പ്, ഡ്രസ്സ്, അതുപോലെ തന്നെ ചെരുപ്പ്, പിന്നെ മലക്കറി സാധനങ്ങൾ എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു മാസം 1,00,000 രൂപയാവും ഇല്ലേ? ഒരു മാസത്തെ കണക്കാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 12 മാസം 12 ലക്ഷം രൂപ. മനസ്സിലായി? 12 ലക്ഷം രൂപ. ഓക്കെ, അപ്പം
ഫാമിലിനെ ഒരു മാസം ചെലവ് പോറ്റി നടത്താൻ വേണ്ടി ആ ഫാദർ ഒരു ഗോൾഡ് സ്മിത്ത് ആയിരുന്നു. ഗോൾഡ് സ്മിത്ത് മീൻസ് എന്താണ്? സ്വർണ്ണ ഖനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, മൈൻ വർക്കർ എന്നൊക്കെ പറയാം. മൈൻ മീൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും, സ്വർണ്ണ പണിക്കാരൻ. ഓക്കെ, അപ്പം ഗൈസ് ഓക്കെ, അപ്പം ഈ സ്വർണത്തില് ഖനി കുഴിച്ചെടുത്തെങ്ങാണ്ടൊക്കെ അല്ലയോ സ്വർണം ഉണ്ടാക്കുന്നേ. അപ്പം അങ്ങനെ സ്വർണത്തില് വർക്ക് ചെയ്യുന്ന ഖനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ഇവരുടെ അച്ഛൻ. അപ്പൊ ഈ അച്ഛൻ ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ 18 മണിക്കൂർ എന്ത് ചെയ്യും? നമ്മുടെ ഖനിയിൽ പോയി കിടന്ന് കുഴിക്കും. ഓക്കെ, കുഴിച്ച് സ്വർണം ഉണ്ടാക്കി അതിൽ നിന്നും കിട്ടുന്ന പൈസ, തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ ഒരു മാസം പിശുക്കി എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത് കൂടാതെ എന്താണ്? ഹി ആൾസോ ടുക്ക് ഓൺ എനി അതർ പേയിങ് ജോബ് ഹി കുഡ്ന്റ് ഫൈൻഡ് ഹിസ് ഇൻ ദ നൈബർഹുഡ്. അപ്പൊ ഈ 1 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ 2-3 കോടിയൊക്കെയാണ് അന്നത്തെ 1 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു പൈസ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഇതൊന്നും തികയാതെ എന്ത് ചെയ്യും? അപ്പുറത്തെയും ഇപ്പുറത്തെയും നാട്ടുകാരുടെ അടുത്ത് മൊത്തം അലഞ്ഞിട്ട് എന്താണ്, അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടുന്ന ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ 24 മണിക്കൂറിൽ അയാൾക്ക് ഉറങ്ങാൻ പോലും സമയമില്ല. അങ്ങനെ കഷ്ടപ്പെടും. Despite their hopeless condition, 2 of the older children, Albrecht and Albert, had a dream. They both wanted to pursue their talent for art. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവരുടെ മൂത്ത 2 കുട്ടികൾ, ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസ്പൈറ്റ് മീൻസ് എന്നിട്ടും, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഇവരുടെ 2 മൂത്ത കുട്ടികളുണ്ട്. എന്താണ്? ആൽബ്രെക്റ്റും ആൽബർട്ടും. ഈ പേര് ശ്രദ്ധിക്കാട്ടോ, ആൽബ്രെക്റ്റും ആൽബർട്ടും. ആൽബർട്ട് ആണ് ഇളയത്, ആൽബ്രെക്റ്റ് ആണ് മൂത്തത്. ഓക്കെ, എൽഡർ ബ്രദർ ആൽബ്രെക്റ്റും യങ്ങർ ബ്രദർ ആൽബർട്ടും. അപ്പം ആൽബ്രെക്റ്റും ആൽബർട്ടും ഇവരുടെ ജന്മനാ ഉള്ള ടാലന്റ്, ആർട്ട് എന്ന് പറയുന്ന ഒരു ടാലന്റ് ആയിരുന്നു ഇവർക്ക് ജന്മനാ ഉള്ളത്. ഇവർ നന്നായിട്ട് പടം വരയ്ക്കുമായിരുന്നു. അപ്പം പടം വരയിലേക്കുള്ള അതിനെ തന്നെ പിടിച്ച് ആദ്യമായിട്ട് അതൊരു പാഷനാക്കിയിട്ട് ഇവർക്ക് കൊണ്ട് നടക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഇവർക്ക് ഉറപ്പായിരുന്നു എന്ത്? But they knew that their father would never be able to send them to study at the academy. പക്ഷെ ഇവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, ഇവരുടെ ഫാദർ ഇവരെ എന്ത് ചെയ്യത്തില്ല, വിടാത്തതിന്റെ കാരണം അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണോ? അല്ല, പകരം എന്താണ്? അദ്ദേഹത്തിന് അതിനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലേ? ഇപ്പം മാക്സിമം ഒരു ആർട്ട് അക്കാഡമിയിലൊക്കെ പോയി പഠിക്കാന്ന് പറയുമ്പോൾ മാസം മെസ് ഫീ എല്ലാം ഫുഡൊക്കെ കൂട്ടിയിട്ട് 13,000-14,000 ഒക്കെ ആവും. ഓക്കെ, അപ്പം ഒരാൾക്കുള്ള പൈസയാണ് പറഞ്ഞത്. അപ്പം 2 പേർക്കാകുമ്പോൾ 26,000-28,000 രൂപയൊക്കെ ആവും. അപ്പം അത്രയും പൈസ ഇവർ 2 പേരും പോയി പഠിച്ചെന്ന് വെച്ചോ. അപ്പോഴും 16-18 പേര് ആ വീട്ടിൽ പിന്നുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും കൂടെ പൈസ കൊടുത്ത് അയാളൊരു എന്താ പറയാ, ബാങ്ക്രപ്റ്റ് ആയി പോകും. ഓക്കെ, ബാങ്ക്രപ്റ്റ് എന്താണ്? ഞാൻ പുതിയതായിട്ട് പഠിച്ച വാക്കാണ് ഗൈസ്, എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. ബാങ്ക്രപ്റ്റ് മീൻസ് കടം വാങ്ങിച്ച് ഒരു പാപ്പരാവുക, അത് തന്നെയാണ് പറയാ, പാപ്പരായി പോകും. അപ്പം അതുകൊണ്ട് അവർക്കറിയായിരുന്നു അവരെ അക്കാഡമിയിൽ വിട്ട് പഠിപ്പിക്കാനുള്ള ആ ഒരു പൈസയും അതൊന്നും ആരുടെ കയ്യിലില്ല, ഇവരുടെ അച്ഛൻ്റെ കയ്യിലില്ല എന്നുള്ളത്. അപ്പം അടുത്തതായിട്ട് ഞാൻ തുടക്കം പറഞ്ഞുതരാം. ഇവരെങ്ങനെ 2 പേരും കൂടെ ഇരുന്ന് കുറേ നേരം ചിന്തിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ മലയാളമൊക്കെ ഇംഗ്ലീഷൊക്കെ വായിച്ച് പറയാം. ഇവരിങ്ങനെ കുറേ നേരം ഇരുന്ന് ചിന്തിച്ചിട്ട് ഇവർ ടോസ് ഇടും. ഓക്കെ, ടോസ് ഇട്ട് ആർക്ക് വീഴുന്നു, ആര് പോകുന്നു, ബാക്കി അവരെന്ത് ചെയ്തിട്ടാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്രയുള്ളൂ, ബൈ.